മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരെ കോൺഗ്രസ് നേതൃത്വം തിരിഞ്ഞുനോക്കിയില്ലെന്ന് ദുരന്തബാധിതയായ ബേബി പറയുന്നു. ദുരന്ത സമയത്ത് വന്നുപോയ കോൺഗ്രസ് നേതാക്കൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല. അതേസമയം സർക്കാർ ചേർത്തുപിടിച്ചുവെന്നും ബേബി പറയുന്നു. പിന്നെ പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ക്യാമ്പിൽ നിന്നിട്ട് ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അന്നൊക്കെ ഞാൻ നിലയിൽ കിടക്കുന്ന ആളാണ്. എനിക്ക് എണീച്ച് നിൽക്കാനും പോലും ആവില്ല. മാനസികമായിട്ട് ആകെ തളർന്നിട്ട് ഞാൻ ഡോക്ടേഴ്സ് ഇതിലായിരുന്നു. എന്നിട്ട് ഞാൻ അവരാരെ കെട്ടിപ്പിടിച്ച ഫോട്ടോ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും അവരാരും വന്ന് ഒരു വാക്കുകൾ അന്വേഷിക്കുക. ഈ സമയം വരെ ആയി, ഇവരെന്ത് ചെയ്യുന്നു? പ്രായ ആൾക്കാരാണ്, ഇവരിങ്ങനെ വന്നവരാണ്, എന്ത് ചെയ്യുന്നു? മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് പറയാനുള്ളത് ഇതാണ്. അതേസമയം സർക്കാർ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് സർക്കാർ ദിനംപ്രതി നൽകുന്ന 300 രൂപ കൊണ്ടാണ്. ഞങ്ങൾക്ക് ടൗൺഷിപ്പിൽ വീട് പണിയുകയാണ് സർക്കാർ നിങ്ങളോട് ചെയ്ത കുറേ നല്ല കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ 300 രൂപ വെച്ച് തരുന്നത് തന്നെ വലിയൊരു പുണ്യമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് അതൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. ടൗൺഷിപ്പിലേക്ക് വീട് വന്നു തുടങ്ങി. എന്താണ് പറയാൻ? സന്തോഷമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് വീടായി, നമുക്ക് എല്ലാ അനുഗ്രഹവും അതിൽ ദൈവം തന്ന് അതിലൊരു നിമിഷം ഇരുന്നാൽ നമുക്ക് അത്രയും സന്തോഷമുള്ളൂ. എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കണം. ഞങ്ങളെ സംബന്ധിച്ച് പ്രായമായ ആൾക്കാരാണ്. ഞങ്ങളെ മന്ത്രി ഞങ്ങൾക്കെല്ലാം ചെയ്യുന്ന ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ബേബിയെ പോലുള്ള ഒരുപാട് പേരുണ്ട് ദുരന്തബാധിതരായി സർക്കാർ പുനരധിവസിപ്പിച്ച താൽക്കാലിക ഭവനങ്ങളിൽ കഴിയുന്നവർ. സർക്കാർ ഇവരുടെയെല്ലാം പട്ടിക പുറത്തുവിട്ടതുമാണ്. ദുരന്തം കഴിഞ്ഞ് 1.5 വർഷമായിട്ടും പിരിച്ചെടുത്ത ഫണ്ട് എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാതെയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വയനാട് ഭൂമി കിട്ടുന്നില്ല, സർക്കാർ ദുരന്തബാധിതരുടെ ലിസ്റ്റ് നൽകുന്നില്ല തുടങ്ങിയ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.